വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പെൻഡുലം. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ നൽകിയിട്ട് നമുക്കിതിലേക്ക് കിടക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ദർ ഈസ് എ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്റ്റേഷനറി ചാർജ് മൂലമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മൂവിങ് ചാർജ് മൂലം ഉണ്ടാകുന്നതാണ്. എങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ചാർജ് മൂലമാണ് ഉണ്ടാകുന്നത്. ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് സ്പേസിലുണ്ടാക്കും. ദാറ്റ് ഇൻ ടേൺ പ്രൊഡ്യൂസ് ആൻ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്പേസ്. അതെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് സ്പേസിലുണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നത് വൈ ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് എക്സ് ഡയറക്ഷനിലാണ്. എങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം. ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ വേവ് ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇത് നമുക്ക് BScയിലും അതുപോലെ തന്നെ MScയിലും ഒരേപോലെ തന്നെ പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഫസ്റ്റ് വൺ del dot E is equal to rho by epsilon 0. ഇതെന്ന് പറയുന്നത് ഗോസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ del dot B is equal to 0. ദറ്റ് ഇസ് ഗോസ് ലോ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഇതിന് നോ നെയിം തിയറം എന്നും കൂടി ഒരു പേരുണ്ട്. തേർഡ് വൺ del cross E is equal to minus dou B by dou T. ദിറ്റ് ഇസ് ഫാരഡേസ് ലോ. ഫോർത്ത് വൺ del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. ഇത് ആംബിയസ് ലോ വിത്ത് മാക്സ്വെൽസ് കറക്ഷൻ. ഇതിലാണ് മാക്സ്വെൽ കറക്ഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വാക്വത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ചാർജ് ഒന്നും കാണത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് ഡെൻസിറ്റി അതുപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി ഒന്നും കാണില്ല. അത് 0 ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് മാറ്റിക്കൊടുക്കേണ്ടത്. ഫ്രീ സ്പേസിൽ ഇക്വേഷൻസ് എങ്ങനെയാവും? del dot E is equal to 0, del dot B is equal to 0, del cross E is equal to minus dou B by dou T, del cross B is equal to mu 0 epsilon 0 dou E by dou T. കാരണം ജെയും റോയും അവിടെ 0 ആണ്. ഇത് ഒരു കപ്പിൾഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനിലും കേൾ എടുക്കണം. അത് നമ്മൾ വെക്റ്റർ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണത് ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്, ഈ വെക്റ്റർ ഐഡൻറ്റിറ്റി. അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും അതുപോലെ തന്നെ തേർഡ് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ അബോ ഇക്വേഷനിലേക്ക്. അപ്പോൾ എങ്ങനെ കിട്ടും? del ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി is equal to മൈനസ് del സ്ക്വയർ ഇ. അപ്പം ഇത് നമ്മൾ ഈ ഡോ ബൈ ഡോ ടി പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമുക്ക് del ബിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ലാസ്റ്റായിട്ട് നമുക്ക് del സ്ക്വയർ ഇ is equal to mu 0 epsilon 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? ഫോർത്ത് ഇക്വേഷൻ്റെ കോൾ എടുക്കുന്ന ടൈമിൽ നമുക്ക് അവസാനം റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഈ കിട്ടിയ 2 ഇക്വേഷൻസ് ആണ് എന്താണ്? വേവ് ഇക്വേഷൻ ഓഫ് ഇ ആൻഡ് ബി ഇൻ ഫ്രീ സ്പേസ്. ഇനി നമ്മൾ തേർഡ് ഡയമെൻഷനിലായിട്ടുള്ള വേവ് ഇക്വേഷൻ ആയിട്ട് ഇത് കമ്പയർ ചെയ്യണം. തേർഡ് ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ del സ്ക്വയർ എഫ് is equal to 1 by v സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. 1 by v സ്ക്വയർ is equal to mu 0 epsilon 0. അതിൽ നിന്ന് v കണ്ടുപിടിക്കുമ്പോൾ v is equal to 1 by root of mu 0 epsilon 0 എന്ന് കിട്ടും. ഇത് നമ്മൾ mu 0യുടെ epsilon 0ൻ്റെ വാല്യൂസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൻ്റെ വാല്യൂ കിട്ടും. mu 0യുടെ വാല്യൂ 4 pi into 10 raised to minus 7 ഹെൻറി പെർ മീറ്റർ. അതുപോലെ തന്നെ epsilon 0 is equal to 8.85 into 10 raised to minus 12 ഫാരഡേ പെർ മീറ്ററാണ്.
ഇത് കണ്ട് നമ്മൾ എന്ത് ചെയ്യും, വിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നമുക്കറിയാം ഇതെന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് എന്നുള്ളത് നമുക്കൊരു റിസൾട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടി. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് E ആൻഡ് B എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പേസിൽ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡിലായിരിക്കും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മാക്സ്വെൽ പ്രൂവ് ചെയ്തത് ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ നേച്ചർ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്. കൺക്ലൂഷൻ നമുക്ക് പറയാം. എന്താണ്, മാക്സ്വെൽ അദ്ദേഹം കറക്ഷൻ നടത്തിയിരിക്കുന്നത് എന്താണ്, മാക്സ്വെല്ലിൻ്റെ 4th ഇക്വേഷനിലാണ്, വെച്ചാൽ ആംപിയേഴ്സ് ലോയിൽ. അപ്പോൾ ഈ കറക്ഷൻ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വേവ് ഇക്വേഷൻ എന്തെങ്കിലും ഫോം ചെയ്യില്ലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുമില്ലായിരുന്നു. സോ ഈ ഒരു സെക്ഷൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അബ്സൂര്യ സൈനിങ് ഓഫ്.